ഉണ്ട് എയും ബിയും. ഓക്കെ, അതിൻ്റെ റിസൾട്ടിൻ്റെ അടുത്താണ് നമുക്ക് അറിയാം. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ √a² + b² + 2ab cos θ. റൈറ്റ്, ഇനി നോക്കി രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ. ശരി, ഇനിയോ ഇതും സെയിം ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കിട്ടാൻ എന്താ, ഒരു നമ്പർ ആയിരിക്കും, അതൊരു വെക്ടർ അല്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്പർ തന്നെയാണ് കിട്ടാൻ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ആദ്യം വെക്ടോറിക്കലി ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത്. ഓക്കെ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ a cap + b cap രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ അത് ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. ഒരു രണ്ട് എന്താണ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ a capും b capും അവർ രണ്ടാളും വെക്ടോറിക്കലി ആഡ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുക. അതെങ്ങനെയാണ്, √a². a² എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്, അപ്പോൾ 1 ആണ്, പ്ലസ് b² അഗൈൻ 1 ആണ്, പ്ലസ് 2 × 1 അഗൈൻ 2 cos θ. റൈറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങോട്ടും 2 + 2 cos θ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അവിടെ നിന്ന് 2 കോമൺ എടുക്കുക. സോ 2 കോമൺ എടുത്താൽ √2 √1 + cos θ. 1 + cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ട്രിഗ്നോമെട്രി 2 cos² θ/2. cos 2θയുടെ ഇക്വേഷൻ ഒന്ന് നോക്കിയോ. cos 2θ = 2 cos² θ - 1. സോ 1 + cos 2θ = 2 cos² θ. ഓക്കെ, എന്നിട്ടോ 1 + cos θ = 2 cos² θ/2. ഓക്കെ, ഹാഫ് ആംഗിൾ ഫോർമുല. അപ്പോൾ √2 വന്നിട്ട് നമുക്ക് പറയാം 2 √cos² θ/2. സോ എല്ലാം കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് 2 cos θ/2 ആണ് കിട്ടുക. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് KPPയിൽ. നമുക്ക് പഠിക്കാനുള്ളത് വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് പഠിക്കാനുള്ളത്, ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു. സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അഡീഷൻ്റെ പോലെ തന്നെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് സബ്ട്രാക്ഷനും. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റും ഒന്ന് സ്കേലാർ ഒന്ന് വെക്ടർ പ്രൊഡക്റ്റും. ഡോട്ട് പ്രൊഡക്റ്റ് ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നുള്ളൂ, വെക്ടർ പ്രൊഡക്റ്റ് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അല്ലെ, വെക്ടർ പ്രൊഡക്റ്റ് മേ ബി നമ്മൾ റൊട്ടേഷണൽ മോഷനിലായിരിക്കും പഠിക്കും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഡയറക്റ്റ് ഇക്വേഷൻ a.b രണ്ട് വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഒരു സ്കേലാർ ആട്ടോ കേട്ടോ. രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കേലാർ ആയിട്ടുള്ളൊരു സാധനമാണ് കിട്ടുക. അത് ab cos θ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. a എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ a, b എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b, cos θ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടർ a ആൻഡ് വെക്ടർ b. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എനിക്കൊന്ന് മാറ്റി എഴുതാണ്. ab cos θ ഇതാണ് ഇക്വേഷനെല്ലാം ചോദിക്കും അല്ലേ. അപ്പോൾ ഡെഫിനിഷൻ ഞാൻ a എന്നിട്ട് b cos θ എന്ന് എഴുതാൻ തിരക്കില്ല, ഒന്ന് മാറ്റി എഴുതി. ഇങ്ങനെ തന്നെ എഴുതി കുഴപ്പമില്ലല്ലോ. ഇനി b cos θ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, ഇറ്റ് ഈസ് ദി കോമ്പനൻറ്റ് ഓഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോമ്പനൻറ്റ് ഓഫ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോമ്പനൻറ്റ് ഓഫ് ബി അലോങ് എ എന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന രീതിയിൽ പറയാൻ പറ്റും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോമ്പനൻറ്റ് ഓഫ് വെക്ടർ ബി അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി എന്ന് പറയാം. ഇത് ഈ ഒരു ലൈറ്റ് അടിക്കുന്ന അതിൻ്റെ ഷാഡോ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കോമ്പനൻറ്റ് ഓഫ് വെക്ടർ ബി അലോങ് എ എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതാം a cos θ ഇൻറ്റു ബി എന്ന് എഴുതിക്കൂടെ, ഈ പറഞ്ഞ സാധനത്തിനാണ് അല്ലേ എഴുതാലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ അലോങ് വെക്ടർ ബി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ a.b ab cos θ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈൻ എങ്ങനെയാണ് ഉണ്ടാവുക, cos θ 0 മുതൽ 90 ഡിഗ്രി വരെ ആണെങ്കിൽ cos θയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പം a.bയുടെ വാല്യൂം പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെയോ 90 മുതൽ 180 വരെ ആണെങ്കിൽ cos θയുടെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ നേരെ a.b നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെയോ 90 ഡിഗ്രി ആണെങ്കിൽ cos 90 = 0. സോ a.b കംപ്ലീറ്റ്ലി 0 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നല്ലേ. രണ്ട് വെക്ടേഴ്സ് ഇതുപോലെ തന്നിട്ടുണ്ട്, രണ്ട് വെക്ടേഴ്സ് അതിൻ്റെ a cap j cap ആ രീതിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ജസ്റ്റ് ax × bx ay × by പ്ലസ് രണ്ട് പ്ലസ് ആട്ടെ ax × bx പ്ലസ് ay × by പ്ലസ് az × bz ഡോട്ട് പ്രൊഡക്റ്റ് ആയി a.b ആയി. ഇനി ഇതൊന്നും എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ i cap × i cap എന്ന് പറഞ്ഞാൽ എന്താ, i cap ഡോട്ട് i cap. ഇപ്പം നമ്മൾ പറയും മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 i എന്ന് വെച്ചാൽ 1 തന്നെ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് അടുത്ത i തന്നെ 1 അല്ലേ. അവർ തമ്മിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ cos 0, ദാറ്റ്സ് 1. സോ ഇറ്റ്സ് 1 ആക്ച്വലി. ഓക്കെ, i cap ഡോട്ട് j cap ആണെങ്കിലോ, i cap ഡോട്ട് j cap ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മാഗ്നിറ്റ്യൂഡ് ഓഫ് j 1, അവരുടെ ആംഗിൾ i cap j cap നേരെ പെർപെൻഡിക്കുലർ cos 90, സോ ഇറ്റ്സ് 0. സോ അത് സിമിലർലി ഇത് 1 പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള i j k ഇതൊക്കെ 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ഡയറക്റ്റ് ഈ രണ്ട് സാധനത്തിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ax bx ay by az bz എങ്ങനെയാണ് വരുന്നത്, അതെങ്കിലും ആഡ് ചെയ്തിട്ട് സാധനം എങ്ങനെ വരുന്നതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഡോട്ട് ചെയ്യുക. ഡോട്ട് ചെയ്യുമ്പോൾ ഇത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഐ ക്യാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഐ ക്യാബ് ഡോട്ട് ഐ ക്യാബ് എന്ന് പറഞ്ഞാൽ 1 2 × 4 8. അപ്പോൾ 8 ഓക്കെ. ഇതോ ഐ ക്യാബ് ജെ ക്യാബ് ഡോട്ട് ചെയ്താൽ എന്താ 0 എന്ന് ഇപ്പം പറഞ്ഞിട്ട് എഴുതാം. ഐ ക്യാബ് ഡോട്ട് 0 സോ 3 × 12 ഓക്കെ. പിന്നെ ഇത് ഐ ക്യാബ് അതും 0 ആയി. പിന്നെ ബാക്കിയുള്ളത് ഇതാ 5ഉം 3ഉം 5 ജെ ക്യാബും 3 ജെ ക്യാബും കൂടി ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ 15 × 1 സോ 15. സോ അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ നോക്കി നോക്ക് 23. ഞാൻ ഡയറക്റ്റ് വീടുന്ന ചെയ്ത് നോക്കി നോക്ക് 8 + 15 വീണ്ടും 23 ആണ് കിട്ടുന്നത്. അത് തന്നെയാണ് പരിപാടി. ഇവിടെ കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. ഇത് നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ബിക്കോസ് കോസ് 90 0. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഇത് 2 മൾട്ടിപ്ലൈ ആൽഫ സ്ക്വയർ, ഇത് 2 മൾട്ടിപ്ലൈ സോ -100, ഇത് 2 മൾട്ടിപ്ലൈ എത്രയാണ് -125 = 0. അങ്ങനെ പറയാൻ പറ്റും. ആൽഫ സ്ക്വയർ = 225, ആൽഫ ±15 എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് വൈ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്ക്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചു. രണ്ട് വെക്ടേഴ്സ് നമുക്കൊരു കാര്യം എ ഡോട്ട് ബി = a × b × cos θ. ഇവിടെ നമുക്ക് cos θ എന്ന് പറഞ്ഞാൽ a ഡോട്ട് ബി ഡിവൈഡ് ബൈ a b റൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a. സോ a ഡോട്ട് ബി കണ്ടെത്തുക. എത്രയാണ്? 3 + 4 ദാറ്റ്സ് 5 വെറുതെ 5 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a. മാഗ്നിറ്റ്യൂഡ് ഓഫ് a എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3² + 4² ദാറ്റ്സ് 5. ഇതിൻ്റെയാണ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? അത് √2. ശരി, ഇത് ക്യാൻസൽ. സോ 1/√2. സോറി, എ ഡോട്ട് ബി കണ്ടെടുത്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് 7 ആട്ടോ. ബിക്കോസ് 4 + 1 4 + 3 ദാറ്റ്സ് 7. ഓക്കെ. = cos θ. അതായത് നമ്മൾ നേരത്തെ ഈ സാധനം അടിയിലോട്ടുണ്ട് cos θ. cos θ കിട്ടി. ഇനി θ = cos −1 of 7 / 5√2. ദാറ്റ്സ് ഇറ്റ്. അടുത്ത സിമിലർലി ഇത് തമ്മിലുള്ള ആംഗിൾ കണ്ടെത്തുക. അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ സിമ്പിൾ. ഇനി കോമ്പനന്റ് ഓഫ് വൺ വെക്ടർ അലോങ് അനദർ വെക്ടർ, ഈ ഒരു കൺസെപ്റ്റ് പഠിക്കും. ഇവിടെ ഓക്കെ എ വെക്ടർ ഉണ്ട്, ഇവിടെ ഒരു ബി വെക്ടർ ഉണ്ട്. അവർ തമ്മിലുള്ള ആംഗിൾ θ ഡിഗ്രിയാണ്. ശരി, എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ ബി വെക്ടറിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്നെന്താ പാരലൽ ഉണ്ട്, പെർപെൻഡിക്കുലർ ഉണ്ട് അല്ലേ. ബി വെക്ടറിന് രണ്ട് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടർ ഉണ്ട്, പോരായിട്ട് ഈ ഒരു വെക്ടർ ഉണ്ട് ബി വെക്ടറിന് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് വെച്ചാൽ എന്താണ് ബി വെക്ടറിൻ്റെ കോമ്പനൻറ്റ് ദാറ്റ് ഈസ് പാരലൽ ടു എ വെക്ടർ. ദാറ്റ് മീൻസ് ദി കോമ്പനൻറ്റ് ഓഫ് ബി വെക്ടർ ദാറ്റ് ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് എ വെക്ടർ കണ്ടെത്തണം. അപ്പോൾ ആദ്യം ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അലോങ് ദി എ വെക്ടർ ആയിട്ടുള്ള ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ബി കോസ് θ ആണ്. ശരി, ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ വെക്ടറിൻ്റെ അലോങ്, ദാറ്റ് മീൻസ് എ ക്യാപ് ബി കോസ് θ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ് വെക്ടർ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇനി വെക്ടർ ഫോമിൽ എഴുതണം. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ബി കോസ് θ, പക്ഷേ എനിക്ക് വെക്ടർ ഫോമിൽ എഴുതണമെങ്കിൽ അതിൻ്റെ എ ക്യാപ്, ഡയറക്ഷൻ എ ക്യാപ്പിലാണല്ലോ. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ശരി, അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കളയൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടേ. ഓക്കെ, ഫൈൻഡ് ദി കോമ്പനൻറ്റ് ഓഫ് എ വെക്ടർ അലോങ് ബി വെക്ടർ. ഓക്കെ, എ വെക്ടർ അലോങ് ബി വെക്ടർ, ഇത് എ ആണെന്ന് വിചാരിച്ചോ, ഇത് ബി ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം എ വെക്ടർ, അപ്പം നമ്മൾ പറയാം ആദ്യം. ഓക്കെ, എ കോസ് θ എന്നിട്ട് ഡയറക്ഷൻ ബി ക്യാപ്പ്. അപ്പോൾ എ കോസ് θ എന്ത് എ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തും, പിന്നെ കോസ് θ അവിടെ ആംഗിൾസ് കണ്ടെത്തും. അങ്ങനെയെല്ലാം കണ്ടെത്തി മെനക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല. നമുക്കൊരു കാര്യം അറിയാം, എ ഡോട്ട് ബി = എ ബി കോസ് θ റൈറ്റ്. അപ്പോൾ എ കോസ് θ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ഡിവൈഡഡ് ബൈ ബി എന്നല്ല, ഈ ബി എന്ന് പറഞ്ഞാൽ ഇത് പോക്കാം. എ കോസ് θ = എ ഡോട്ട് ബി ഡിവൈഡ് ബൈ ബി റൈറ്റ്. സോ എ ഡോട്ട് ബി കണ്ടെത്താം. ഇവിടുന്ന് എ ഡോട്ട് ബി എത്രയാണ്? 3 + 4 7 ബൈ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? √1² + 1² ദാറ്റ്സ് √2 = എ കോസ് θ. സോ അത് കിട്ടി, എ കോസ് θ കിട്ടി. ഇനി ഇൻറ്റു എ കോസ് θ മാത്രമല്ല ബി ക്യാപ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിൻ്റെ വെക്ടർ, ദാറ്റ് മീൻസ് ഐ ക്യാപ് + ജെ ക്യാപ് ഹോൾ ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? √2. നമുക്ക് കിട്ടും 7/2 × ഐ ക്യാപ് + ജെ ക്യാപ്. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ. എവിടെയുള്ള കറക്റ്റാണല്ലേ? കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി കോമ്പനൻറ്റ് ഓഫ് എ അലോങ് ബി പാരലൽ ടു ബി. പാരലൽ ടു ബി എന്നാണ് നടത്തുന്നത്. ദാറ്റ് മീൻസ് എ വെക്ടറിന് ബി വെക്ടർ. അപ്പം എന്ത് ചെയ്യാം? ഇപ്പം കണ്ടെടുത്ത പോലെ എ കോസ് θ × ബി ക്യാപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല, വെറുതെ സമയം വേസ്റ്റ് ആവും റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ കൈനമാറ്റിക്സിൽ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ എന്താ ആക്സലറേഷൻ ഉണ്ട് വിചാരിച്ചോ, ഏതോ ഒരു ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട് വിചാരിച്ചോ. അപ്പം വെലോസിറ്റിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റിക്ക് അലോങ് ആയിട്ടുള്ള ആക്സലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജൻഷ്യൽ ആക്സലറേഷനും. അതേപോലെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ആക്സലറേഷനും. ഇപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും ഒരു വെലോസിറ്റിൻ്റെ ഒരു വെലോസിറ്റിൻ്റെ സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്പീഡ് കുറക്കണം കൂട്ടണം ചിന്തിക്കേണ്ടത് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആയിരിക്കും. പോരാനായിട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് നോർമൽ ആക്സലറേഷൻ ആയിരിക്കും. ഇവിടെ ഓക്കെ ഇവിടെ നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്.
വെലോസിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കാണിക്കാൻ വെച്ചാൽ ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്സലേഷൻ ദാറ്റ് ഈസ് അലോങ് വി വെക്ടർ അല്ലേ, വെലോസിറ്റിക്ക് അലോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതാ നമ്മളെ എ വെക്ടർ ഉണ്ട്, പോരായിട്ട് എന്താണ് വി വെക്ടർ ഉണ്ട്. എ വെക്ടർ അലോങ് വി വെക്ടർ ദാറ്റ് മീൻസ് എ കോസ് തീറ്റ ഇൻറ്റു വി ക്യാപ് റൈറ്റ്. എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് വി ദാറ്റ് ഈസ് 10 ഇൻറ്റു 30 പ്ലസ് 40 70 ഡിവൈഡഡ് ബൈ വി വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അത് 5 ആൻഡ് വി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വി വെക്ടർ ദാറ്റ് ഈസ് 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് പറഞ്ഞാൽ വീണ്ടും 5. സോ നമുക്ക് പറയാൻ പറ്റും 7/25 ഇൻറ്റു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. സോ ഇതിന് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒരു വെക്ടർ മറ്റേ വെക്ടറിൻ്റെ അലോങ് ആയിട്ട് നമുക്ക് കോമ്പനൻസ് എടുക്കേണ്ട സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഓക്കെ നമ്മളൊരു ടവറുണ്ട്, ടവറിൻ്റെ മുകളിൽ നമ്മൾ 60 മീറ്റർ പെർ സെക്കൻഡ് ഒരു ബോൾ എറിയാണ്. ശരി, അപ്പോൾ ടൈം 8 എത്തുന്ന സമയത്ത് നമ്മൾ കണ്ടെത്താൻ പറയാൻ ടാൻജൻഷ്യൽ അപ്പോൾ നമ്മൾ ആദ്യം ആക്സലറേഷൻ എപ്പോഴും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, എന്താണ് -g ആണ്. ദാറ്റ്സ് എന്താണ് -10j ക്യാപ് അല്ലേ, വൈ ആക്സസ് അല്ലേ, നെഗറ്റീവ് വൈ ആക്സസ്. ഇനി വെലോസിറ്റിയുടെ കൂടി അറിയണം, എന്നിട്ട് ആക്സലറേഷൻ അലോങ് വെലോസിറ്റി ഡയറക്ഷൻ, അതാണുള്ള പരിപാടി. സോ വെലോസിറ്റി എങ്ങനെയാണുള്ളത് ഇവിടെ നോക്കി. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒരിക്കലും മാറൂല. ഓക്കെ, ഇനീഷ്യൽ പിന്നെ എന്താണ് പറയുക, താഴേക്കുള്ള വെർട്ടിക്കൽ വെലോസിറ്റി ആദ്യം 0 ആണ്, ഇനീഷ്യൽ ഒന്നുമില്ല. അപ്പോൾ കൂടി 8 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂട്ടി ഓരോ സെക്കൻഡ്, അപ്പോൾ 80 8 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഇപ്പം കിട്ടിയത് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80i ക്യാപ്പ് മൈനസ് 80i ക്യാപ്പ് അല്ല, സോറി 60i ക്യാപ്പ് മൈനസ് 80j ക്യാപ്പ് അല്ലേ, കറക്റ്റാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആക്സലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ -10j ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് എന്താ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ് നമ്മൾ, ദാറ്റ് മീൻസ് ആക്സലറേഷൻ അലോങ് വി സൈഡ്, ദാറ്റ് മീൻസ് എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ദാറ്റ് ഈസ് എത്ര, ഇത് 0 ആയി. പിന്നെ ജെ ക്യാപ്പ് എത്ര 800 ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് 10. ഓക്കെ, ഇൻറ്റു വി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60i ക്യാപ്പ് മൈനസ് 80j ക്യാപ്പ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് 10. സോ 2 ഓക്കെ, ഇത് 2 ക്യാൻസൽ ആയി. സോ 8 ഇൻറ്റു 60i ക്യാപ്പ് മൈനസ് 80j ക്യാപ്പ്, CK ഒരു 10 എടുക്കുക. സോ 8/10 ഇൻറ്റു 6i ക്യാപ്പ് അപ്പോൾ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അടുത്ത് നോക്കുക. ഇനിയാണ് ഈ വെക്ടറിന് എ വെക്ടറിന് 2 തരത്തിലുള്ള കോമ്പണൻസ് ഉണ്ട്, ഒന്ന് പാരലൽ വെക്ടർ, ഒന്ന് പെർപെൻഡിക്കുലർ വെക്ടർ. അപ്പോൾ ഞാൻ കണ്ടെത്താൻ പറയുകയാണ് എന്താ, ദ പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് ഓഫ് എ അല്ലെ പോട്ടെ, ദ കോമ്പണൻറ്റ് ഓഫ് എ വെക്ടർ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ, അത് വെക്ടോറിക്കൽ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ശരി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു, ഡെഫിനറ്റ്ലി എ സൈൻ തീറ്റ ആണല്ലോ അല്ലേ, ഒന്ന് കോസ് തീറ്റ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ എ സൈൻ തീറ്റ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ബി വെക്ടർ. പിന്നെ ഡയറക്ഷൻ, അത് എന്താ പറയുക, ഡയറക്ഷൻ എന്താ പറയാൻ പറ്റാൻ, അതേ പറയാൻ പറ്റും. ഈ ഡയറക്ഷനിലുള്ള എന്താ, നേരത്തെ ആണെങ്കിൽ അലോങ് ആണെങ്കിൽ ബി ക്യാപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ. അപ്പം അതുമാത്രമല്ല ഈ എ സൈൻ തീറ്റ എല്ലാം കണ്ടെത്താന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കോസ് തീറ്റ കണ്ടെത്തിയതിന് ശേഷം ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് സൈൻ തീറ്റ ഒക്കെ കണ്ടെത്തണം, വലിയ ടാസ്ക്. സോ ഈ പരിപാടി നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ ചിന്തിച്ച് ഇവിടെ നമുക്ക് ശരിക്കും എന്ത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ബി വെക്ടർ ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ എ വെക്ടർ ഉള്ളത്, തീറ്റ ഇതാണ് നമ്മുടെ എ പാരലൽ കോമ്പണൻറ്റ് റൈറ്റ് അലോങ് ബി വെക്ടർ. ഇനി നമുക്ക് എന്തുണ്ട്, വേറൊരു കോമ്പണൻറ്റ് കൂടി ഉണ്ട്, എ പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് റൈറ്റ്. നമുക്കൊരു കാര്യം അറിയാം, ഈ എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ല ട്രയാങ്കുലർ ലോ, എ പെർപെൻഡിക്കുലർ പ്ലസ് എ പാരലൽ വെക്ടറാണ് ഇത്. അങ്ങനെ ആകുമ്പോൾ എ പാരലൽ കണ്ടെത്താൻ അറിയാം, എങ്ങനെയാണ്, എ കോസ് തീറ്റ മാഗ്നിറ്റ്യൂഡ് എ കോസ് തീറ്റ എന്നിട്ടോ ബി ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ എ പാരലായി. ശരി, എ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് ചെയ്യാം, എ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എ വെക്ടർ എന്ന് എന്ത് ചെയ്യാം, എ പാരലൽ വെക്ടർ മൈനസ് ചെയ്താൽ പോരെ, ആയില്ലേ. സോ അതൊരു ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 വെക്ടേഴ്സിൻ്റെ ശരി, നമ്മൾ എന്താണ് കോമ്പണൻറ്റ് ഓഫ് എ പാരലൽ ടു എ ബി റൈറ്റ്. അപ്പോൾ എന്ത് ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡ് ബൈ ബി റൈറ്റ്. സോ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 3 × 1 3 പ്ലസ് 4 ദാറ്റ് ഈസ് 7 ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് √2 ശരി ഇൻറ്റു എ ഏത് ഡയറക്ഷനിലാണ്, ബി അലോങ് ബി ദാറ്റ് മീൻസ് ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ഡിവൈഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ നമുക്ക് പറയാൻ പറ്റും 7/2 ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് റൈറ്റ്. ശരി, ഇനി ദ കോമ്പണൻറ്റ് ഓഫ് എ വെക്ടർ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ബി വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, എ പാരലൽ
പ്ലസ് എ പെർപെൻഡിക്കുലർ ഇസ് ഇക്വൽ ടു എ വെക്ടർ. സോ എ പെർപെൻഡിക്കുലർ ഇസ് ഇക്വൽ ടു എ മൈനസ് എ പാരലൽ. സോ എ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i ആണ് പ്ലസ് 4j ആണ്. അതെന്തുകൊണ്ട് മൈനസ് ചെയ്യുക? ഈ സാധനമായിട്ട് മൈനസ് ചെയ്യുക. ഡൺ. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ഡൺ കണ്ടെത്താൻ എഫ് ഡോട്ട് ഡി ചെയ്യും, പവർ കണ്ടെത്താൻ എഫ് ഡോട്ട് ബി ചെയ്യും. അപ്പോൾ ഇവിടെ ഒക്കെ പി വി കോസ് തീറ്റ തന്നെ സംഭവിക്കുന്നത് അല്ലേ? അത് സിമ്പിളാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ ഇതൊരു വെക്ടർ ഉണ്ട് വെച്ചോ. ഇപ്പോൾ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, ആ വെക്ടറാണ്. ആ വെക്ടറിന് എ എക്സും എ വൈയും നമുക്ക് അറിയാൻ വിചാരിച്ചോ. ശരി, അപ്പോൾ ആ തീറ്റ കണ്ടെത്തണമെങ്കിൽ ആ തീറ്റ നമുക്ക് റിയർമാൻ പ്രോബ്ലത്തിലും അതേപോലെ സ്വിമ്മർ പ്രോബ്ലത്തിലൊക്കെ സ്വിമ്മർ മാൻ പ്രോബ്ലത്തിലും എല്ലാത്തിലും നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ആ തീറ്റ കിട്ടണം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീട്ടിയെടുക്കുക. അത് തന്നെയല്ലേ ഈ എ വൈ, റൈറ്റ്? സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ദാറ്റ് മീൻസ് എ വൈ ഡിവൈഡ് ബൈ എ എക്സ് ഇസ് ഈക്വൽ ടു എന്ത്? ടാൻ തീറ്റ, റൈറ്റ്? അപ്പോൾ തീറ്റ എത്തിക്കോട്ടെ, ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്കിത് 6i ഈ വെക്ടർ ഒന്ന് വരക്കാൻ പഠിക്കണം. 6i ദാറ്റ് മീൻസ് 6 എന്താണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, -8i ദാറ്റ് -8 ഇവിടെ. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് വെക്ടർ. നടുക്കൂടെ അങ്ങോട്ട് പോകും അല്ലേ? അക്കോർഡിംഗ് ടു പാരലോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ട്രയാങ്കുലർ എവിടത്തേക്കാണ് കൂടുതലുണ്ടാവുക? ഇത് 8 കൂടുതൽ. അപ്പം ഇവിടെ കുറച്ച് ആംഗിൾ ആയിരിക്കും, ചെറിയ ആംഗിൾ ആയിരിക്കും. ഇത് കുറച്ചുകൂടി വലിയ ആംഗിൾ ആയിരിക്കും. ശരി, ഇനി ഈ ആംഗിൾ തൽക്കാലം ഈ ആംഗിൾ കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ, ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇതല്ലേ 6. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/3. ടാൻ ഇൻവേഴ്സ് ചെയ്തിട്ട് കിട്ടുമല്ലോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി നോക്കുക. വെലോസിറ്റി ഉണ്ട്, ആക്സലേഷൻ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ള ആക്സലേഷൻ്റെ കോമ്പനൻറ്റ്. സോ ആക്സലേഷൻ്റെ കോമ്പനൻറ്റ് അലോങ് വെലോസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാപ്പ്. ഇത് പിന്നെ എ കോസ് തീറ്റ കണ്ടെത്താൻ അറിയാം, എ ഡോട്ട് ബി ഡിവൈഡ് ബൈ വി. ഇനി വി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വി വെക്ടർ ഡിവൈഡ് ബൈ വി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ ചെയ്യാൻ? ഡെഫിനറ്റ്ലി എ കോസ് തീറ്റ ആക്സലേഷൻ്റെ കോമ്പനൻറ്റ് വെലോസിറ്റിക്ക് സെയിം ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് ആക്സലേഷൻ വെലോസിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂട്ടാൻ വേണ്ടി. സോ ഇവിടെ സ്പീഡപ്പ് നടക്കും. ഇവിടെയാണ് നോക്കി നോക്ക്, ഇവിടെ നമ്മുടെ വി വെക്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ ടാൻജൻഷ്യൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ വി വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ ആവണം എന്നില്ല. ആ വി വെക്ടറിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വി വെക്ടറിൻ്റെ ഇത് കംപ്ലീറ്റ് ഇതൊക്കെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ആ ലൈൻ ഓഫ് ആക്ഷനിൽ വരുന്ന ആക്സലേഷൻ. സോ എന്ത് ചെയ്യും? ഇവിടത്തേക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ റിസോൾവ് ചെയ്യും. അപ്പോൾ എ കോസ് തീറ്റ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ ഇൻറ്റു വി ക്യാപ്പ് ആണോ? അല്ല, മൈനസ് വി ക്യാപ്പ് എന്ന് പറയണം. ബിക്കോസ് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റൈറ്റ്? എന്നിട്ടോ അവിടെ എന്താ സംഭവിക്കുന്നത്? ആക്സലേഷൻ ആൻഡ് വെലോസിറ്റി ആർ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ പറയുന്നത് ടാൻജൻഷ്യൽ ആക്സലേഷൻ ആൻഡ് വെലോസിറ്റി ആർ ഓപ്പോസിറ്റ്. സോ ഇറ്റ് ഈസ് സ്പീഡ് ഡൗൺ. ഓക്കെ, ആ ഒരു മോഷൻ എന്താണ് പാർട്ടിക്കൽ, ആ മോഷൻ ഇത് സ്പീഡ് കുറയും. ബിക്കോസ് ആക്സലേഷൻ വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഇതാ ഒരു ബോഡി ഇതാ വി വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. നമ്മളെ ആക്സലേഷൻ എന്തായിരുന്നു? ആക്സലേഷൻ എന്താ ഈ ഡയറക്ഷനാണ് ഉള്ളത്, തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടാൻജൻഷ്യൽ ആക്സലേഷൻ എ കോസ് തീറ്റ, പിന്നെ നോർമൽ ആക്സലേഷൻ എ സൈൻ തീറ്റ. ഈ ടാൻജൻഷ്യൽ ആക്സലേഷനാണ് ഈ ബോഡീൻ്റെ സ്പീഡ് കൂട്ടാനും അല്ലെങ്കിൽ കുറക്കാനും സാധിപ്പിക്കുന്നത്. നോർമൽ ആക്സലേഷൻ ജസ്റ്റ് ഡയറക്ഷൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഈ ബോഡി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതിന് സ്പീഡ് കൂട്ടുന്നത് എ കോസ് തീറ്റ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആക്സലേഷൻ. പക്ഷേ ഈ ബോഡി ഇങ്ങനെ പോകും. ബിക്കോസ് എന്താ, നോർമൽ ആക്സലേഷൻ ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ മാറ്റി അല്ലേ? ഡയറക്ഷൻ മാറ്റാൻ സഹായിക്കുന്നത്